നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 ഡിസംബർ വരെ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 50 ചോദ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ 20-25 ചോദ്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത് കേട്ടോ. അപ്പം അത് കാണാത്ത കൂട്ടുകാരെ അത് കാണുക. ഓക്കെ. അപ്പം 51ാമത്തെ ചോദ്യം, ഭാരതരത്നം നേടിയ ആദ്യത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി. എന്താണ്? ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്നം നേടിയ ആദ്യത്തെ വനിത. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഏതാണ്? അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഏതാണ് കൂട്ടുകാരെ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണല്ലേ? യെസ്. ഇനി എന്താണ്? ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷനാണിത് തക്കർ കമ്മീഷൻ. ഇതാണ് താക്കർ കമ്മീഷൻ കേട്ടോ. ഒന്നാണ് താക്കർ കമ്മീഷൻ. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? അത് താക്കർ കമ്മീഷൻ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഉപപ്രധാനമന്ത്രിയാണ് ആര്? ചരൺ സിംഗ്. ആരാണ്? ചരൺ സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഉപപ്രധാനമന്ത്രിയാണ് ആര്? ചരൺ സിംഗ്. ഓക്കെ അല്ലേടാ? ഇനി ഇന്ത്യക്ക് വെളിയിൽ വെച്ച് അന്തരിച്ച ഏക പ്രധാനമന്ത്രിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യക്ക് വെളിയിൽ വെച്ച് അന്തരിച്ച ഏക പ്രധാനമന്ത്രിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണല്ലേ? ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ആരാണ്? രാജീവ് ഗാന്ധി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ആരാണ്? രാജീവ് ഗാന്ധി. ഓക്കെ അല്ലേടാ? ഇനി അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയതാരാണ്? അത് തോമസ് ജെഫേഴ്സൺ. ആരാണ്? തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയതാരാണ്? അത് തോമസ് ജെഫേഴ്സൺ ആണല്ലേ? ഇനി അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ് എന്നാണ്. എന്താണ്? ക്രയോജനിക്സ്. അപ്പം ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ഇത് ക്രയോജനിക്സ്. എന്താണ്? ക്രയോജനിക്സ്. ഓക്കെ അല്ലേ? ഇനി ആരുടെ അപരനാമമാണ് കലൈഞ്ചർ? കലൈഞ്ചർ എന്നത് കരുണാനിധി. അതാണ് കലൈഞ്ചർ എന്നത് കരുണാനിധിയുടെ അപരനാമമാണ്. ഓക്കെ അല്ലേ? ഇനി യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് മദൻ മോഹൻ മാളവ്യ. ആരാണ്? മദൻ മോഹൻ മാളവ്യ ആണല്ലേ? യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യ. ഇനി യുറേനിയം ആദ്യമായി കണ്ടെത്തിയത് ആരും ചോദിച്ചാൽ പറയണം യൂജിൻ പെലിഗോട്ട് എന്നാണ്. യൂജിൻ പെലിഗോട്ടാണ് യുറേനിയം ആദ്യമായി വേർതിരിച്ചാലാണ് യൂജിൻ പെലിഗോട്ട്. ഇനി യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലാപ്രോത്ത് ആണ്. ആരാണ്? മാർട്ടിൻ ക്ലാപ്രോത്ത്. എന്നാണ് യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലാപ്രോത്ത്. ഇനി ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്ന കൃതി രചിച്ചവരാണ്? റിച്ചാർഡ് ആറ്റൻബറോ. ആരാണ് കൂട്ടുകാരെ? റിച്ചാർഡ് ആറ്റൻബറോ. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്ന കൃതി രചിച്ചവരാണ്? റിച്ചാർഡ് ആറ്റൻബറോ. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചാരാണ്? സഹോദരൻ അയ്യപ്പൻ ആണല്ലേ? വിദ്യാപോഷിണി സഭ സഹോദരൻ അയ്യപ്പൻ. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയാണല്ലേ? സ്വരാജ്യ പാർട്ടി സ്ഥാപിച്ച ആരൊക്കെയാണ്? അത് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്വരാജ്യ പാർട്ടി സ്ഥാപിച്ച ആരൊക്കെ ചേർന്നാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണല്ലേ? ഇനി നെക്സ്റ്റ്, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? അത് മാൻറ്റിലാണ്. ഏതാണ്? മാൻറ്റിൽ. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തത്തിൻ്റെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ് കൂട്ടുകാരെ?
അത് മാൻഡിലാണ് അല്ലേ. ഏതാണ്? മാൻഡിൽ. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ആരാണ്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? MS സ്വാമിനാഥനാണ് അല്ലേ. ഇനി ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? അത് സ്ട്രാറ്റോസ്ഫിയർ. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലേ. ഇനി പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണല്ലേ. കറുത്ത മണ്ണ്. നെക്സ്റ്റ്, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതായ ധാതുവാണ് ഇൽമാനൈറ്റ്. ഇതാണ് ഇൽമാനൈറ്റ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതുവാണ് ഇൽമാനൈറ്റ് അല്ലേ. ഇനി സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. എന്താണ്? സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? കർണാടക അല്ലേ. കർണാടക. ഇനി ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951 അല്ലേ. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് EEG. എന്നാണ് EEG. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് EEG. ഓക്കെ അല്ലേ. അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോയിൽ 25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം സുഖമില്ല, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കും ചിലപ്പം തോന്നിയേക്കാം. അപ്പോൾ ക്ഷമിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. സീ യു.